വോയിസസ് ഇൻ യൂണിസൺ അതിലെ ഹൂ ഫ്ലൈസ് ദ കൈറ്റ് എന്നതിലെ ആക്ടിവിറ്റീസ് ആണ് കേട്ടോ നമ്മൾ ഇന്ന് നോക്കുന്നത്. അതിലെ ഫസ്റ്റ് ആക്ടിവിറ്റി, ഹിയർ ആർ ദ ഇവന്റ്സ് ഓഫ് ദ സ്റ്റോറി ഹൂ ഫ്ലൈസ് ദ കൈറ്റ്. ദേ ആർ ഇൻ എ ജംബിൾഡ് മാനർ, അറേഞ്ച് ദം ഇൻ ദ കറക്റ്റ് ഓർഡർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇവിടെ ഹൂ ഫ്ലൈസ് ദ കൈറ്റ് എന്ന സ്റ്റോറിയിലെ ചില സംഭവങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അത് ഓർഡറിലല്ല, കറക്റ്റ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നമുക്ക് തന്നിരിക്കുന്ന ഇവന്റ്സ് നോക്കാം. ദ ബോയ് സെഡ് ഐ മെയ്ഡ് ദിസ് കൈറ്റ് ആൻഡ് ഐ ഫ്ലൈ ഇറ്റ്. അടുത്തത് എന്താണ്? ദേ ഓൾ സ്മൈൽഡ് ആൻഡ് അഗ്രീഡ്. The kite flies because we work together as a team. The kite's tail said, I keep the kite steady in the air. The wind softly whispered, I lift the kite high. The mayor saw a boy flying a bright and colorful kite in the park. അപ്പൊ ഇതിലെ ഫസ്റ്റ് ഇവന്റ് എന്താണ് ഈ സ്റ്റോറിയിലെ? ഫസ്റ്റ് ഏതാണ്? The mayor saw a boy flying a bright and colorful kite in the park. അല്ലെ, പാർക്കില് ഒരു ആൺകുട്ടി നല്ല കളർഫുൾ കൈറ്റ് പട്ടം പറപ്പിക്കുന്നത് മേയർ കാണുന്നതാണ് അല്ലെ ഫസ്റ്റ് ഇവന്റ്. അപ്പൊ അത് എഴുതാം. നെക്സ്റ്റ് എന്താണ്? ദ ബോയ് സെഡ് ഐ മെയ്ഡ് ദിസ് കൈറ്റ് ആൻഡ് ഐ ഫ്ലൈ ഇറ്റ്. അല്ലെ, ആ ആൺകുട്ടി പറയാണ് ഞാനാണ് ഈ കൈറ്റ് ഉണ്ടാക്കിയതും പറത്തുന്നതും എന്ന് പറയൂ അല്ലെ. അപ്പൊ പിന്നെ എന്താ ഉണ്ടാവുന്നത്? വിൻഡ് എന്ന് പറയുന്നതാണ് അല്ലെ. വിൻഡ് എന്താ പറയാ? The wind softly whispered, I lift the kite high. കാറ്റ് വന്നിട്ട് പറയാണല്ലേ ഞാനാണ് പട്ടത്തെ ഉയർത്തുന്നത് എന്ന് പറയൂ അല്ലെ. നെക്സ്റ്റ് ഇവന്റ് വരിക. The kite's tail said, I keep the kite steady in the air. ഞാനാണ് ഈ പട്ടത്തെ വായുവില് നേരെ നിർത്തുന്നത് എന്ന് പറയൂ അല്ലെ. ലാസ്റ്റിലെ ഇവന്റ് ആണ് They all smiled and agreed. The kite flies because we work together as a team. അവസാനം എല്ലാരും ചിരിച്ചും കൊണ്ട് സമ്മതിക്കുകയാണ് അല്ലെ. എന്താണ്? പട്ടം പറക്കുന്നത് നമ്മളെല്ലാവരും ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതാണ് കേട്ടോ ലാസ്റ്റ് ഇവന്റ്. അടുത്തത് പിക്ചർ സ്റ്റോറി കാർഡ്. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ. സം ഓഫ് ദ ഇവന്റ്സ് ആർ ഗിവൺ. റൈറ്റ് ദ ഇവന്റ്സ് ഇൻ ദ ഗിവൺ സ്പേസ് ആൻഡ് ആഡ് പിക്ചേഴ്സ് വെറെവർ നെസസറി. ഗിവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ. അപ്പൊ താഴെ നമുക്ക് തന്നിരിക്കുന്ന സ്റ്റോറിയില് ചില ഇവന്റ്സ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. ചിലതില് നമുക്ക് ഇവന്റ്സ് തന്നിട്ടില്ല. തരാത്ത സ്ഥലത്ത് ഇവന്റ്സ് നമ്മൾ എഴുതുക. അതുപോലെ തന്നെ നമുക്ക് ചിലതില് പിക്ചേഴ്സ് തന്നിട്ടില്ല, അപ്പൊ ഇവന്റ്സ് തന്നിട്ടുണ്ട്. അപ്പൊ അതില് എന്താണ്? പിക്ചേഴ്സ് വരച്ചു ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഉചിതമായ തലക്കെട്ടും നൽകാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. റെനി വാസ് ഫോണ്ട് ഓഫ് പ്ലാന്റ്സ്. One day he got a sapling. He decided to plant the sapling in his orchard. അപ്പൊ എന്താണ്? റെനിക്ക് ചെടികള് വളരെ ഇഷ്ടമായിരുന്നു. ഒരു ദിവസം അവന് ഒരു തൈ കിട്ടി. അവനത് തോട്ടത്തിൽ നടാൻ തീരുമാനിച്ചു എന്നാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത് ആദ്യം. അടുത്തത് നമുക്ക് ഇവന്റ് തന്നിട്ടില്ല, നമുക്ക് പിക്ചർ തന്നിട്ടുണ്ട് അല്ലെ, കാണിച്ചിട്ടുണ്ട്. അപ്പൊ എന്താണ്? പ്ലാന്റ് നടുന്ന പിക്ചർ ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? He dug a small pit and carefully planted the sapling in his orchard എന്ന് എഴുതാം കേട്ടോ. അടുത്ത പിക്ചർ നോക്കുക. അവിടെ കണ്ടോ എന്താണ്? റെനി പ്ലാന്റ് നനയ്ക്കുന്ന പിക്ചർ കാണിച്ചിട്ടുണ്ട്. പിന്നെ അവിടെ മങ്കിയെ കാണാം, ഫോക്സിനെ കാണാം, റാബിറ്റ് ഉണ്ട്, ജിറാഫ് ഒക്കെ ഉണ്ട് അല്ലെ. റെനിയുടെ തോട്ടം ഒരു കാടിന്റെ അടുത്തായിരിക്കും അല്ലെ, അല്ലെങ്കിൽ ഇവരൊന്നും കാണില്ലല്ലോ. ഇവരെല്ലാം പ്ലാന്റ് നനയ്ക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. നമുക്ക് അതൊക്കെ വെച്ചിട്ട് എഴുതാം കേട്ടോ. റെനി വാട്ടേർഡ് ദി പ്ലാന്റ് എവറി ഡേ. ഹിസ് ഓർച്ചർഡ് വാസ് നിയർ ദ ഫോറസ്റ്റ്. ദ അനിമൽസ് ഓഫ് ദ ഫോറസ്റ്റ് ആൾസോ ഹെൽപ്ഡ് ഹിം ബൈ ബ്രിങ്ങിങ് വാട്ടർ ഇൻ സ്മോൾ ബക്കറ്റ്സ്. ഇങ്ങനെ എഴുതാം കേട്ടോ. അടുത്ത പിക്ചർ നോക്കൂ. അവിടെ എന്താ? ആ പ്ലാന്റ് എന്തായി മാറി? ഈ ഒരു മരമായി മാറിയിരിക്കുന്നു. അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാം. റെനി ആൻഡ് ദ അനിമൽസ് ലുക്ക്ഡ് ആഫ്റ്റർ ദ പ്ലാന്റ് and soon it grew into a small tree എന്ന് എഴുതാം കേട്ടോ. അടുത്ത പിക്ചർ നോക്കൂ. അതിൽ കണ്ടോ ട്രീയില് എന്താണ്? പൂവൊക്കെ ഇട്ടിട്ട് കായ്ച്ചിരിക്കുന്നു അല്ലെ. ട്രീ ഏതാണ്? ഒരു ആപ്പിൾ മരമാണ്. അവര് അത് കണ്ടപ്പോ വളരെ സന്തോഷമായി. ചെടീനെ കൂടുതൽ പരിപാലിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ എഴുതാം. The plant bloomed and bore fruit. It was an apple tree. Seeing this, Reni and the animals felt happy. They took even more care of it. അങ്ങനെ എഴുതാം കേട്ടോ. അടുത്ത നമുക്ക് പിക്ചർ തന്നിട്ടില്ല, ഇവന്റ് തന്നിട്ടുണ്ട് കേട്ടോ. അവിടെ ഇപ്പൊ പിക്ചർ വരച്ചു ചേർക്കണം കേട്ടോ. നമുക്ക് നോക്കാം എന്താണ് ഇവന്റ് നോക്കൂ. One day a mongoose came there. It began to make a burrow under the tree. The monkey saw it. He informed his friends. ഒരു ദിവസം ഒരു കീരി അവിടെ വന്നു. അത് മരത്തിന്റെ ചുവട്ടിൽ ഒരു മാളം ഉണ്ടാക്കാൻ തുടങ്ങി. കുരങ്ങൻ കണ്ടു. അവൻ കൂട്ടുകാരെ അറിയിച്ചു എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ അവിടെ പിക്ചർ വരച്ചു ചേർക്കണം. ഇതാ ഇതുപോലെ. അടുത്തത് നമുക്ക് പിക്ചർ തന്നിട്ടില്ല, ഇവന്റ് തന്നിട്ടുണ്ട്. എന്താണ് ഇവന്റ്? ഓൾ ദ അനിമൽസ് ടുഗദർ ഡ്രോവ് ദ മംഗൂസ് എവേ എന്നാണ്. എല്ലാ മൃഗങ്ങളും കൂടി ചേർന്ന് കീരിനെ ഓടിച്ചു എന്നാണ് കേട്ടോ. അപ്പൊ അതിന് ചേർന്ന ഒരു പിക്ചർ വരച്ചു കൊടുക്കണം കേട്ടോ. ഇതുപോലെ. അടുത്ത പിക്ചറിൽ എന്താണ്? മരം വലുതായിരിക്കുന്നു അല്ലെ, ധാരാളം ആപ്പിൾ ഉണ്ടായിരിക്കുന്നു. റെനിയും അനിമൽസ് എല്ലാവരും ചേർന്നിട്ട് എന്താ ആപ്പിൾ കഴിക്കുന്നതാണല്ലേ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് അത് എഴുതാം. Soon the tree grew big and bore many apples. Reni and the animals enjoyed the apples happily under the shade of the tree. ഇങ്ങനെ എഴുതിയിട്ട് നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് സ്യൂട്ടബിൾ ടൈറ്റിൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. നമുക്ക് എന്ത് എഴുതാം? ഒത്തൊരുമയ്ക്ക് കിട്ടിയ
പ്രതിഫലമാണ് അല്ലെ. അപ്പൊ നമുക്കത് റിവാർഡ് ഓഫ് യൂണിറ്റി എന്ന് എഴുതാം കേട്ടോ. ഇതോടുകൂടി ഈ യൂണിറ്റിലെ ആക്ടിവിറ്റീസ് കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് യൂണിറ്റ് 3 പേജസ് ഓഫ് വണ്ടറിലെ ആക്ടിവിറ്റീസ് എടുക്കാം കേട്ടോ. ഓക്കെ, ബൈ.